ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരങ്ങളെ, വിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച ദിവസം ആരാധനയുടെ ഭാഗമായി നാം വായിച്ചു കേട്ടതായ സുവിശേഷ ഭാഗം വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തമ്പുരാൻ പക്ഷവാത രോഗിയായ ഒരു മനുഷ്യന് സൗഖ്യം നൽകുന്ന ഒരു അനുഭവമാണ് ഈ വേദഭാഗത്തിൻ്റെ ഇതിവൃത്തം. 4 പേര് ചേർന്ന് ഒരു പക്ഷവാതക്കാരനെ കട്ടിലോടുകൂടെ യേശു തമ്പുരാൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതും, പുരുഷാര നിമിത്തം അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാൻ തക്കവണ്ണം കഴിയാതെ വരുമ്പോൾ യേശു തമ്പുരാനായിരുന്ന ആ ഭവനത്തിൻ്റെ മേൽക്കുര പൊളിച്ച് കിടക്കയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആ രോഗിയെ ഇറക്കി വെക്കുകയും ആ 4 പേരുടെ വിശ്വാസം കണ്ട് കർത്താവ് അവന് പാപമോചനവും രോഗസൗഖ്യവും നൽകുകയും ചെയ്യുന്നു. ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കേണ്ടുന്ന ഈ നോമ്പ് കാലം നമ്മുടെ മനസ്സിലെ വികാര വിചാരങ്ങളെ വിലയിരുത്തുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന 4 ദർശനങ്ങൾ ദൈവവചന ചിന്തയായി നിങ്ങളോട് പങ്കിടാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കാണുന്ന 4 തരത്തിലുള്ള മനോഭാവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമതായി തടസ്സം സൃഷ്ടിക്കുന്ന ജനത്തിൻ്റെ മനോഭാവമാണ്. ദൈവസന്നിധിയിലേക്ക് വിശ്വാസി അടുത്തു വരുവാനും ദൈവാനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനും തക്കവണ്ണം ഇന്ന് മാർഗതടസ്സം സൃഷ്ടിക്കുന്നത് ദൈവവിശ്വാസം ഉണ്ട് എന്ന് നടിക്കുന്നതായ വിശ്വാസികളുടെ അനുഭവമാണ്. പലപ്പോഴും ദൈവാനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തക്കവണ്ണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മറ്റൊരാൾക്ക് ദൈവാനുഗ്രഹം സ്വീകരിക്കുന്നതിന് തടസ്സമായ നിലയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മനോഭാവത്തെ വിവേചിച്ചറിയുവാനും നമ്മുടെ ജീവിതശൈലികളെ വിലയിരുത്താനും തക്കവണ്ണം നമുക്ക് കഴിയണം. രണ്ടാമതായി നാം കാണുന്നത് ദോഷം നിരൂപിക്കുന്ന ശാസ്ത്രിമാരുടെ ഒരു സമൂഹത്തെയാണ് കാണുന്നത്. അവർക്ക് ദൈവവചനം അറിയാം, അവരെ ദൈവവിശ്വാസികളെന്ന് ഏറെ ശ്രേഷ്ഠതയിൽ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ മനസ്സിലെ നിരൂപണങ്ങൾ ദോഷം നിറഞ്ഞതാണ്, തിന്മയുടേതാണ്. ഒരുവൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുമ്പോൾ, ഒരുവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണം കഴിയാതെ ദൈവദൂഷണം പറയുന്ന തലത്തിലേക്ക് അവരുടെ മനോവികാര വിചാരങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ളതും അവരുടെ ജീവിത ശൈലിയുടെ പ്രത്യേകതയാണ്. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവനിഷേധികളായി, ദോഷം നിരൂപിക്കുന്നവരായി, ദൈവദൂഷണം പറയുന്നവരായി മാറുന്നുണ്ടോ എന്ന് വിവേചിച്ചറിയാനും വിലയിരുത്താനും നമുക്ക് രണ്ടാമതായിട്ട് കഴിയണം. മൂന്നാമതായി നാം കാണേണ്ടുന്നത് ആ രോഗിയെ ചുമന്നു കൊണ്ടുവന്ന 4 പേരുടെ ജീവിതശൈലിയാണ്, അവരുടെ മനോഭാവമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സൗഖ്യമാണ്, പ്രയാസം അനുഭവിക്കുന്നവൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ ദുഃഖത്തിൽ നിന്നുള്ള വിടുതലാണ്, വിമോചനമാണ്. അതിനുവേണ്ടി അവർ 4 പേരും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. ഒരു മനസ്സോടുകൂടെ, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന നിലയിൽ അവർ പ്രവർത്തിക്കുക വഴിയാണ് ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം അവർ ഒരുമനപ്പെട്ട് പ്രവർത്തിക്കുക വഴിയാണ് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ സഹോദരന് അനുഗ്രഹം നൽകാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് അവനെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഈ 4 പേരുടെ മനോഭാവം നമുക്കുണ്ടാകുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖ നിവാരണം, അവരുടെ ജീവിതത്തിൻ്റെ സൗഖ്യം, അവരുടെ ജീവിതത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങളുടെ സ്വീകരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യമായി, നമ്മുടെ ആത്മീയതയുടെ അനുഭവമാക്കി മാറ്റാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് മൂന്നാമതായി നമുക്ക് വിവേചിച്ചറിയാൻ തക്കവണ്ണം കഴിയണം. നാലാമതായി നഷ്ടം സഹിക്കുവാൻ തയ്യാറായ ആ വീട്ടുടയവൻ്റെ അനുഭവമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകത്തക്കവണ്ണം, സൗഖ്യം ലഭിക്കത്തക്കവണ്ണം അവൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടത്തെ, അവൻ്റെ പാർപ്പിടം, അവൻ്റെ വീടിൻ്റെ തകർച്ചയെക്കുറിച്ച് അവൻ പരിഗണിക്കുന്നതേയില്ല. അവൻ്റെ വീടിൻ്റെ മേൽക്കുര തകർക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ തകർച്ച അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയാക്കി മാറ്റാൻ തക്കവണ്ണം, കാരണം അവരുടെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിന് മുഖാന്തരമായി അവൻ്റെ വീട് മാറിയല്ലോ എന്നുള്ളതായ ചിന്തയാണ് അവൻ്റെ മനസ്സിനെ ഭരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ
ഇപ്രകാരം അവരൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിനായി, അവരൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കായി നഷ്ടം സഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ മനോഭാവം ഈ നാളുകളിൽ എങ്ങനെയുള്ളതാണ്? ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ മനോവികാര വിചാരങ്ങളെ വിവേചിച്ചറിയാനുള്ള നാളുകളാണ്. അവരൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയാകട്ടെ, അവരൻ്റെ ജീവിതത്തിൻ്റെ നന്മയാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതായിരിക്കട്ടെ നമ്മുടെ മനോഭാവം. തടസ്സം സൃഷ്ടിക്കുന്ന ജനസമൂഹത്തിൻ്റെ മനോഭാവമല്ല, ദൈവദൂഷണം നിരൂപിക്കുന്നതായ ആ ശാസ്ത്രിമാരുടെ വികാര വിചാരങ്ങളല്ല, പിന്നെയോ നഷ്ടം സഹിക്കാൻ തയ്യാറാകുന്ന വീട്ടുടയവൻ്റെ മനോഭാവവും അവനെ ചുമന്നുകൊണ്ടുവരാൻ തക്കവണ്ണം സാധിക്കുന്ന ആ 4 പേരുടെ മനോഭാവവും ഈ നോമ്പ് നാളുകളിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ തക്കവണ്ണം സാധിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം ശ്രേഷ്ഠമാകും. ആ നിലയിൽ ഈ നോമ്പുകാലം നമ്മളെ രൂപപ്പെടുത്തട്ടെ. അതിനായി നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഈ വചനചിന്തകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.